എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാണ്ട് ചോറ് പോലും ഉപയോഗിക്കാണ്ട് നമ്മൾ തയ്യാറാക്കുന്ന കിടിലൻ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പാലപ്പം എന്ന് പറയുമ്പം അതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ മുരിഞ്ഞ് ഉള്ളിൽ നല്ല പഞ്ഞി കിട്ടുപോലെ ഇരിക്കുന്ന പാലപ്പമാണ് മിക്ക ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നത് അല്ലേ. പാലപ്പം തയ്യാറാക്കുമ്പം ചില മിസ്റ്റേക്കുകൾ കാരണം അത് കറക്റ്റ് രീതിയിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകും. നല്ല ടേസ്റ്റോട് കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം നമ്മുടെ വീട്ടിൽ തന്നെ. അതിനോടൊപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കിടിലൻ മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ കൂടെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മളിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയാണ് കേട്ടോ. അതൊരു വലിയൊരു ഗ്ലാസ്സാണ്. നമ്മൾ ഈ ഒരു പച്ചരിയെ നല്ല പോലെ കഴുകി കല്ലും മണ്ണൊന്നും ഇല്ലാത്ത രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് കുതിർത്ത് വെക്കുക. 4 മണിക്കൂർ കുറയാതെ വേണം നമ്മൾ കുതിർക്കാൻ വേണ്ടി, നല്ല കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം 4 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ഏതൊരാൾക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഈ ഒരു പച്ചരി കുതിർത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വെള്ളം ഒഴിക്കുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഇത്രത്തോളം വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതിനെ നമ്മൾ ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഈ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനും വേണ്ടി. അരച്ച് കൊണ്ടുവരുന്നതായിട്ടുള്ള നമ്മൾ ഈ ഒരു മാവ് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ മാവ് പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു 2-3 തവി മാവെടുത്ത് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയ തീയിലിട്ട് അതൊന്നിങ്ങനെ കപ്പി കാച്ചിയെടുക്കാമെന്ന് പറയാറുണ്ട്. അതിനൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ചോറ് ചേർക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ അവൽ ചേർക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു എളുപ്പത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പക്ഷേ ഈ രീതിയിൽ കപ്പി കാച്ചിയിട്ട് നമ്മളിതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു മാവ് വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കട്ട കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ്. ചെറിയ തീയിലിട്ടിട്ട് മാത്രം ഇതൊന്ന് വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നല്ല തൂവെള്ള കളറിൽ അപ്പം വേണമെങ്കിൽ ആ ഒരു കറുത്ത തേങ്ങ തിരുമുന്ന സമയത്ത് ആ കറുത്ത ഭാഗം ഉൾപ്പെടുത്താതിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ രീതിയിൽ കപ്പി കാഴ്ചയെടുക്കുന്ന സമയത്ത് തേങ്ങ കുറച്ച് കുറവായാലും കുഴപ്പമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ തേങ്ങ നല്ലപോലെ ചേർക്കണം കേട്ടോ. ഇപ്പോൾ കരിക്ക് തേങ്ങയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിനെ നല്ലപോലെ അരച്ചെടുക്കാൻ വേണ്ടി പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമ്മളിത് അരച്ച് കൊടുക്കുക ചെയ്യുന്നത്. അരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചതായിട്ടുള്ള മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പിനോടൊപ്പം തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരമാണ്. അപ്പം പഞ്ചസാര ഞാനിപ്പം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ നല്ലപോലെ നമുക്കൊന്ന് കൂട്ടി ഇളക്കിയെടുക്കണം. സാധാരണ നമ്മൾ മാവിന് സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഈസ്റ്റോ ചേർക്കാറുണ്ട്. കൂടുതൽ ആൾക്കാരും ഈസ്റ്റാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പം ഞാനിത് രണ്ടും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആട്ടി വെച്ചതായിട്ടുള്ള മാവിൽ നിന്ന് ഒരു 2-3 സ്പൂൺ അളവിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാവാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ നിന്നൊരു 1-2 സ്പൂൺ അളവിൽ മാത്രം നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. വേണ്ട, ഇതിൽ നിന്നൊരു 2 സ്പൂൺ അളവിൽ മാത്രം ഞാൻ ഈ ഒരു പുതിയ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ വീണ്ടും കൂട്ടി ഇളക്കുക. അപ്പം ഈസ്റ്റോ സോഡാപ്പൊടിയൊക്കെ ചേർക്കണം എന്നുള്ളവരാണെങ്കിൽ അതങ്ങനെ ചേർക്കാം. പക്ഷേ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാണ്ട് ഈ രീതിയിലും വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ഇപ്പോൾ തേങ്ങ കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ പോലും നല്ല സോഫ്റ്റോടുകൂടി നമുക്ക് അപ്പം ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് നല്ലപോലെ എല്ലാം കൂടെ ഒരു 2 സ്പൂൺ മാവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചേക്കാം. അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കാം. ഒരു രാത്രി മുഴുവനും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമുക്ക് മാവ് തുറന്ന് നോക്കാം. ഈ ഒരു മാവ് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു പാത്രത്തിലാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ മാവ് ഒഴിക്കുമ്പം ആ ഒരു മാവിനെക്കാട്ടി കുറച്ചും കൂടി സ്പേസ് മാത്രം മതി ആ ഒരു പാത്രത്തിൽ. ഇച്ചിരി വലിയ പാത്രം ഉണ്ടാണ് അതിങ്ങനെ പൊന്തി വരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അത് നല്ല രീതിയിൽ ഇത് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് നമ്മൾ ലേശം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതിങ്ങനെ വെറുതെ കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ലേശം നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഒരുപാട് ചേരുവകളൊന്നുമില്ല. ഞാൻ ആ സെയിം അപ്പച്ചട്ടിയിൽ തന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ചേർക്കാവുന്ന കേട്ടോ വെജിറ്റബിളൊക്കെ. ഞാൻ ഒരു സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത്, കറിവേപ്പിലയും മാത്രമാണ് ഇതിൽ കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർക്കാം. ഇപ്പോൾ സമയപരിമിതി കൊണ്ട് വളരെ പെട്ടെന്ന് ഒരാൾക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിനെ നിങ്ങൾക്കൊരു കറിയായിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ അപ്പത്തിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല, ചോറിൻ്റെ കൂട്ടത്തിലോ ദോശയുടെ കൂട്ടത്തിലോ അതുമല്ല എന്തിൻ്റെ കൂട്ടത്തിലും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച രുചി ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരാൾക്ക് കഴിക്കാൻ പറ്റുന്ന റോസ്റ്റ് രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് ലേശം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ചൂടുവെള്ളം ഒരു 2-3 സ്പൂൺ അളവിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഗ്രേവിയൊക്കെ വേണമെങ്കിൽ കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുന്ന രീതിയിലോട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരാൾക്ക് വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റ് ആയതുകൊണ്ട് ഒരു 2-3 സ്പൂൺ അളവിൽ മാത്രം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളയ്ക്കുന്ന സമയം മാത്രം മതി. അന്നേരം തന്നെ അത് വറ്റി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ്. ഞാൻ ഇനി ഇതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലേശം കുരുമുളകിൻ്റെ അല്ലെങ്കിൽ നല്ല മുളകിൻ്റെ പൊടിയും കൂടി ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒരു പിഞ്ചിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ചെറിയ തീയിലിട്ടിട്ട് മാത്രം ഇത് ചെയ്യുക. ഇതിനോടൊപ്പം ക്യാരറ്റോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസോ വേണമെങ്കിൽ ആ ഒരു ഒനിയൻ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഇങ്ങനെയൊന്ന് വേണമെങ്കിൽ ഫുള്ളൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് മൂടി വെച്ചിട്ട് 2 സെക്കൻഡ് മാത്രം ഒന്ന് ആവി വന്നാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടിപ്പോൾ തന്നെ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നും കൂടെ അങ്ങ് മൂടി വെച്ചിട്ട് ഓഫ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അപ്പം ചുറ്റി തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ മാവിനകത്ത് നെയ്യ് ലേശം മാത്രം ചേർത്തതേ ഉള്ളൂ. ഒന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ അപ്പച്ചട്ടി നല്ലപോലെ ചൂടാവണം. ചെറിയ ഇതിലിട്ടിട്ടാണ് ഞാൻ അപ്പം തയ്യാറാക്കാറുള്ളത്. അതിനുശേഷം വളരെ പെതുക്കെ ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് സെക്കൻഡുകൾക്കാകുമ്പോൾ വെച്ചൊന്ന് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ അപ്പം വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാണ്ട് തയ്യാറാക്കുന്ന നല്ല കിടിലൻ അപ്പമാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ലേശം നെയ്യും കൂടെ ചേർക്കുമ്പം പ്രത്യേകിച്ച് കറിയൊന്നും കൂട്ടാണ്ട് ഇതിങ്ങനെ തന്നെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു കിടിലം അപ്പത്തിൻ്റെ റെസിപ്പിയും നല്ലൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഏതൊരു തുടക്കക്കാർക്കും വളരെ പെർഫെക്റ്റായിട്ട് ഈ ഒരു പാലപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാണ്ട്. അന്നേരം ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഈ ഒരു പാലപ്പം രാവിലെ ഉണ്ടാക്കിയത് വൈകിട്ട് കഴിച്ചാലും അതുപോലെ നല്ല സോഫ്റ്റാണ്. ഈ ഒരു മുട്ട റോസ്റ്റും അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് ഈസിയുമാണ്. അന്നേരം നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിച്ചിരിക്കുകയുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.